റിയാലിറ്റി ഷോസ് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. റിയാലിറ്റി ഷോസിൽ അതുപോലെ തന്നെ പാട്ടിനെ പരിസരത്താലും ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നല്ല ടാലൻ്റുള്ള കുട്ടികളും ഉണ്ട്, ടാലൻ്റ് ഇല്ലാത്തവരുണ്ട്. പക്ഷേ ഇപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ടാലൻറ്റ് ഓവറായിട്ടുള്ള അത് നല്ല രീതിയിൽ നല്ല ടാലൻ്റുള്ള കുട്ടികളൊക്കെ അടിയിലേക്ക് പോകും. ഒരു ആവറേജ് ഉള്ളവരൊക്കെ മുമ്പോട്ട് വരുവാണ് ചെയ്യണത്. ശരിക്കും ഒരു പാട്ടുകാരൻ്റെ ടൈപ്പ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോസിൽ മൂല്യനിർണ്ണയം ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റിയാലിറ്റി ഷോയിലെ ജഡ്ജ്മെന്റ് പേര്? എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. കൃഷ്ണപ്രസാദ്, എനിക്ക് തോന്നുന്നു സാധാരണ ഈ റിയാലിറ്റി ഷോസിലൊക്കെ പാടുന്ന കുട്ടികൾ വളരെ നല്ലോണം പാടുന്നവരാണ്. എല്ലാവരും തന്നെ വളരെ നല്ലോണം പാടുന്നവരാണ്. പക്ഷേ ഒരു റിയാലിറ്റി ഷോയിൽ പരാജയപ്പെട്ടതുകൊണ്ട് അയാളുടെ സംഗീത ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. സംഗീത ജീവിതം അവസാനിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അയാൾക്ക് കിട്ടുന്നത് അതും ഒട്ടും ടാലൻ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് വെറുതെ നേടിക്കൊടുക്കുകയാണോ ചെയ്യുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അത് ജനങ്ങളുടെ SMS വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആണോ അല്ലയോ? നല്ല ടാലന്റ് ഇല്ലാത്തവരും അതുപോലെ വെറുതെ SMS കിട്ടി ഇങ്ങനെ പോകണ്ട. എന്നെ മാതാപിതാക്കൾ ഓടി നടക്കുവാണ്. എല്ലാവരും മെസ്സേജ് അയക്കണം, മെസ്സേജ് കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല ഇങ്ങനൊരു ഈ ഒരു പ്രവണത. സഹോദര, നല്ലൊരു തല്ലരുത് ഇരിക്കും. ഓക്കെ തല്ലാനല്ല പാട്ടുകാരോട് ചോദിച്ചാൽ പാട്ടുകാരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിക്കാം. വിശദമാകാം. കറക്റ്റാണ്. സംഗീതം എന്ന് പറയുന്നത് വളരെ അടിത്തറയുള്ള ഒരുപാട് പഠിക്കേണ്ട കാര്യമാണെന്നാണ് നമുക്കറിയാവുന്നത്. അപ്പം SMS ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും സംഗീതത്തിൻ്റെ ബേസിക്സ് പഠിച്ചിട്ടോ സംഗതികൾ പഠിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല. അവർക്ക് പേഴ്സണലി ഇഷ്ടം തോന്നുന്ന ഒരാൾക്കായിരിക്കും SMS ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംഗീതജ്ഞനെ അല്ലെങ്കിൽ ഒരു ഗായകനെ കണ്ടെത്തുന്നത് ഇത്തരത്തിലായിരിക്കണമോ? അത് മാത്രമല്ല, ഇങ്ങനെ കണ്ടെത്തുന്നവർ വളരുന്നു. സംഗീതം അറിയാവുന്നവർ, പെർഫോം ചെയ്യാൻ കഴിയാത്തവർ പിന്നിലേക്ക് പോകുന്നു. പാട്ട് നന്നായിട്ട് അറിയാൻ, പെർഫോം ചെയ്യാൻ അറിയാവുന്നവർ പിന്നിലേക്ക് പോകുന്നു. അവർക്ക് അവസരങ്ങൾ ഇല്ലാതാവുകയല്ലേ, അവരുടെ ലൈഫ് മുരടിച്ചു പോവുകയല്ലേ? ട്രെൻഡ് മാറിക്കൊണ്ടുവരികയാണ്. ഇന്നിപ്പോൾ ചുമ്മാ നിന്ന് പാടിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾ അത്രത്തോളം അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്കൊരു പെർഫോമൻസ് കാണണം, ഒരു ഇഫക്റ്റ്. അങ്ങനെ ആരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തർ അവരവരുടെ രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത്. ചിലവർക്ക് വെറുതെ നിന്ന് പാടാനായിരിക്കാം ഇഷ്ടം, ചിലവർക്ക് ഡാൻസ് ചെയ്ത് പാടാൻ ഇഷ്ടമായിരിക്കാം. അപ്പോൾ പെർഫോമൻസ് ഒരു മസ്റ്റ് അല്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് അവരുടെ പാട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ജനങ്ങൾക്ക് അത്രയും എന്താ പറയുക, പാട്ട് കേട്ടാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ പെർഫോമൻസ് മാത്രമല്ല എന്നെനിക്ക് തോന്നുന്നു. നല്ല പാടുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഈ റിയാലിറ്റി ഷോസിൽ അവർ വിജയിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏത് ചാനൽ എടുത്ത് നോക്കിയാലും അതിൽ കണ്ടിട്ടുള്ളത് എടുത്തോളം നന്നായിട്ട് പാടുന്നവർക്ക് തന്നെയാണ് വിജയം കൈവന്നിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, വിജയിക്കാത്തവരായിട്ട് അങ്ങനെ നല്ല കഴിവുള്ളവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്ത് വന്നിരിക്കും. അവർക്ക് അത് ഒരാൾ വിചാരിച്ചാലും, അത് എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം വെച്ച് ഞാൻ പറയാണ്, ജീവിതത്തിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് ഏത് ഫീൽഡായാലും ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ, വിശ്വാസം, കോൺഫിഡൻസും കൂടെ ഉണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ തടഞ്ഞു നിർത്താൻ പറ്റില്ല.